ഒരു പ്ലാസ്റ്റിക് കുപ്പിയും ഒരു ടവലും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പെഡസ്ട്രിയൽ ഫാനിനെ എങ്ങനെ വളരെ സിമ്പിളായിട്ട് ഒരു എയർ കൂളറാക്കി മാറ്റാം. കൂടുതലൊന്നും പറയുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോകാം. അത് നമുക്ക് ഈ ഫാനിൻ്റെ ബാക്ക് സൈഡിൽ, അതായത് ഈ സൈഡിലായിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്കൊരു കുപ്പി കെട്ടിവെക്കേണ്ടത്. കുപ്പി കെട്ടിവെക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു അലുമിനിയം കമ്പിയാണ്. പിന്നെ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് ഇതേപോലൊരു ടവലാണ്. ഞാൻ നേരത്തെ കാണിച്ചു തന്നു. അപ്പോൾ ഈ ടവലിനെ നമുക്ക് ഈ ഫാനിൻ്റെ ഈ ബാക്ക് സൈഡിൽ കെട്ടേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ കെട്ടുന്നതിന് മുമ്പായിട്ട് ടവലിനെ ഒന്ന് നല്ല രീതിയിൽ നനച്ചെടുക്കണം. അതായത് ഈ വെള്ളം ഒഴുകാത്ത രീതിയിൽ മുറുക്കി എടുത്തതിന് ശേഷം മാത്രമാണ് ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് കെട്ടേണ്ടത്. അപ്പോൾ ഞാൻ ടവലിനെ നല്ല രീതിയിൽ നനച്ചെടുത്തിട്ടുണ്ട്. ഓവർ നനവ് പാടില്ല. അതിനുശേഷം ടവലിനെ ഈ കാണുന്ന പോലെ ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്ത ടവലിനെ ഫാനിൻ്റെ ബാക്കിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം. അതായത് ഫാനിൻ്റെ ബാക്ക് സൈഡ് കംപ്ലീറ്റ് ഞാൻ മറച്ചു കഴിഞ്ഞു ഈ ടവലെടുത്തിട്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ടവലിൻ്റെ ഈ ബാക്കി ഭാഗം നമ്മൾ ഇതേപോലെ ഒന്ന് മുറുക്കുക നല്ല രീതിയിൽ. ഈ ടവലിൻ്റെ നീളം കണ്ടോ, ഈ കുപ്പിയുടെ ഉള്ളിൽ നിൽക്കുന്ന അത്രയും നീളം ശ്രദ്ധിക്കുക. അതായത് കുപ്പിയുടെ ഉള്ളിൽ നിൽക്കുന്ന അത്രയും നീളം മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കി നീളം ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കളയാണ്. രണ്ട് സൈഡിലും ഓപ്പണിംഗ് ഉള്ളൊരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിലേക്ക് ഈ ടവലിൻ്റെ ബാക്കി ഭാഗം കയറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കണം. ഈ നനവ് ഒരു തരത്തിലും ഈ സ്വിച്ചുകളിലോ മറ്റു ഭാഗങ്ങളിലോ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കവർ കൊണ്ട് ചുറ്റാൻ തീരുമാനിച്ചത്. സെല്ലോ ടൈപ്പിട്ട് നല്ല രീതിയിൽ ചുറ്റി കൊടുക്കുക, നല്ല ടൈറ്റായിട്ടിരിക്കുന്ന രീതിയിൽ. ഇനി നമുക്ക് കുപ്പിയിലൊരു ദോരം ഉണ്ടാക്കണം. അതിൻ്റെ സൈഡിൽ നമുക്ക് ഈ തിരി പോലെ ഇരിക്കുന്ന ഈ ഭാഗം ഇതിനുള്ളിലോട്ട് കയറ്റി വെക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോഴത് കയറാൻ കണക്കാക്കിയിട്ടാണ് നമ്മളിവിടെ ഒരു ദോരം ഉണ്ടാക്കേണ്ടത്. ഈ തിരി ഭാഗം ഇതിനുള്ളിലേക്ക് കടത്തി വയ്ക്കുകയാണ്, കുപ്പിയുടെ ഉള്ളിലോട്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ സിസ്റ്റം ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം നമ്മളിപ്പം ഈ കുപ്പിക്ക് ഉള്ളിൽ ഈ തിരി ഇവിടെ ഉണ്ട്. നമ്മൾ അല്പം ലൂസ് ഇവിടെ ആവശ്യമുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഫാൻ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യുന്നത് കറങ്ങുന്ന സമയത്ത് ടൈറ്റായി നിന്ന് കഴിഞ്ഞാൽ ആ റൊട്ടേഷനെ ബാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ചെയ്തത്. ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. നമുക്കിതിൻ്റെ അകത്ത് ഇപ്പം വെള്ളം ഞാൻ നിറച്ച് കഴിഞ്ഞു. വെള്ളത്തിനുള്ളിൽ കുറച്ച് ഐസ് കട്ടോടെ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം നല്ല തണുത്ത വെള്ളമായിരിക്കും. ശ്രദ്ധിക്കുക, നമ്മൾ കുറച്ച് ഐസ് കൂടെ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ചു, വെള്ളത്തിനുള്ളിൽ ഐസിട്ടു. ഇതിൻ്റെ ഫാനിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടോ, നമ്മൾ ഇതുപോലെ മറച്ചു വെച്ചു. ഇതിൻ്റെ ടെക്നിക്കൊന്ന് പറയാം. ഫാനിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ് ഫാൻ എപ്പോഴും കാറ്റ് വലിച്ചെടുത്ത് മുന്നിലോട്ട് തരുന്നത്. ഈ ബാക്ക് സൈഡിൽ നമ്മൾ ഒരു നനഞ്ഞ ടവല് കവർ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ടവലിൻ്റെ ഇടയിലൂടെ കടന്നു വരുന്ന കാറ്റായതുകൊണ്ട് ഈ നനവ് കൊണ്ട് കാറ്റ് തണുക്കുകയും ആ തണുത്ത കാറ്റിന് ഫാൻ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ തരുകയും ചെയ്യും. പിന്നെ ഈ ടവലിൻ്റെ എൻഡ് വശം നമ്മൾ കുപ്പിയിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഫാനിൻ്റെ കാറ്റ് കൊണ്ട് ടവലിലെ ഈർപ്പം കുറയുന്നതിനനുസരിച്ച് കുപ്പിയിലെ വെള്ളം മുകളിലോട്ട് കയറുകയും ചെയ്യും. അതുകൊണ്ട് ഫാനിലെ തണുപ്പ് ഒരിക്കലും കുറയുകയില്ല. വെള്ളം കുറയുന്നതിനനുസരിച്ച് നമ്മൾ ഈ കുപ്പിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം ഞാൻ ഒന്ന് സ്വിച്ച് ഓൺ ചെയ്യാണ്. റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ തന്നെ നല്ല തണുത്ത കാറ്റാണ് ഇതിൽ നിന്ന് പുറത്തോട്ട് വന്നത്.
അപ്പോഴും നിങ്ങളും ഈ ഐഡിയ ട്രൈ ചെയ്യുക. നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഫാനിൻ്റെ പുറകുവശത്ത് ഇങ്ങനെ ടവല് കവർ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഫാനിൽ നിന്ന് പുറത്തു വരുന്ന കാറ്റിൻ്റെ അളവിൽ ഒരല്പം കുറവുണ്ടായിരിക്കും. കാറ്റിൻ്റെ അളവ് കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ഫാനിൻ്റെ ബാക്കിലെ ടവല് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാറ്റ് നമുക്ക് പുറത്തോട്ട് വരും. പക്ഷേ ഇങ്ങനെ കൂടുതലായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തണുത്ത കാറ്റിൻ്റെ അളവ് കുറയും. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.